ഞാൻ അങ്ങയോട് പറഞ്ഞത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ലീഗൽ ഇഷ്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ രണ്ടുപേര് നിന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കില്ലേ, സ്വാഭാവികമായിട്ട് നോക്കിയാൽ എന്താ തെറ്റെന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ അവർ ഈ സഭയിലെ അംഗങ്ങളല്ലേ, രണ്ടുപേര് എഴുന്നേറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കുന്ന 2-3 പേര്, സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നോക്കില്ല. അങ്ങോട്ട് നോക്കി എന്താ തെറ്റ്? അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്നുണ്ടോ? ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കണമെന്നുണ്ടോ സഭയിൽ? വ്യാഖ്യാനങ്ങൾ വേണ്ട, അതല്ല, അത്രയേ എന്ത് വേണ്ടാന്ന് വ്യാഖ്യാനങ്ങൾ വേണ്ട. അങ്ങ് ഞാൻ അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങ് ചെയറിൽ പരിശോധിക്കാം. അത് വേണ്ട, അത് വേണ്ട, അല്ല അതൊന്നും വേണ്ട. അങ്ങനെ വേണ്ട, അങ്ങനെ ആ ഭാഷ തന്നെ തെറ്റല്ലേ? ഞാൻ അങ്ങോട്ട് നോക്കാൻ പാടില്ല, ആ ഭാഷ തെറ്റല്ലേ? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതനുസരിച്ച് ഇവിടെ നിന്ന് വർത്താനം പറയാൻ പറ്റുമോ? അല്ലല്ല, അത് പറ്റില്ലല്ലോ. അങ്ങ് എന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തി അങ്ങനെ പറ്റില്ലല്ലോ. പ്രതിപക്ഷ അങ്ങനെ പറ്റില്ല. താങ്കൾ സംസാരിക്കുക, എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഞാൻ പറയണേ, പൊതുവെ ആ ധാരണ പാലിച്ചാൽ മതി. പലയാവർത്തി ചുരുക്കണം, ഇനി വഴങ്ങി കൊടുക്കരുത്. അല്ല, ഒരു ഡിസ്കഷൻ അല്ലേ അല്ലല്ല, സമയം ക്രമീകരിക്കണമല്ലോ. ഇല്ലെന്നേ, ബില്ലിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ യൂഷ്വലി ഇല്ലല്ലോ. നമ്മളിപ്പോൾ ആരും ഇവിടെ സംസാരിക്കാൻ കൊതിയുള്ളവരാരും അല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ സമയപരിധി ഇല്ലെങ്കിലും നമ്മളൊരു പരസ്പര ധാരണയിലാണല്ലോ. ധാരണയുണ്ട്, അത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഞാൻ പറയണേ, പൊതുവെ ആ ധാരണ പാലിച്ചാൽ മതി. നിയമസഭയിൽ ആളുകൾ സംസാരിക്കുന്ന ആരും ഇവിടെ പ്രസംഗിക്കാൻ കൊതിയുള്ള ആരും ഒന്നും ഇവിടെ നിൽക്കണില്ല. പറയാൻ എന്തെങ്കിലും കാര്യം ഉള്ളതുകൊണ്ടാണ് അവർ ഇടപെട്ട് പറയുന്നത്. നമ്മൾ ചെറുതായിട്ട് ഇന്റർഫിയർ ചെയ്യട്ടെ, ഒരു മിനിറ്റ് ഞാൻ ഇന്റർഫിയർ ചെയ്യട്ടെ, ഒറ്റ സെക്കൻഡ്. ഇവിടെ ഈ വോക്കൗട്ടിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് ഈ പ്രമേയത്തിൽ ഒപ്പിട്ട ആളുകൾക്കാവും. പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുള്ള ശ്രീ പ്രവീൺ തൊട്ടപ്പുറത്ത് പുറകിലുണ്ട്. അങ്ങയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങയ്ക്ക് വളരെ ചുരുക്കി പറയുന്നതിന് ഞാനൊരു സാവകാശം തരികയും ചെയ്യാം. അങ്ങ് പ്രസംഗം തുടങ്ങിയത് കൊണ്ട് വേഗം ലിമിറ്റ് ചെയ്താൽ വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് അവർക്ക് ശ്രീ പ്രവീണിനെ വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്, അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. സർ, അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ